ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന പരാതിയിൽ കെ ഗോപാലകൃഷ്ണൻ IAS-നെതിരെ കേസെടുക്കേണ്ടെന്ന് റിപ്പോർട്ട്. ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഗോപാലകൃഷ്ണനാണെന്ന് തെളിയിക്കാൻ ആയിട്ടില്ല. ഗ്രൂപ്പ് അംഗങ്ങൾ പരാതി നൽകിയാൽ മാത്രം കേസെടുക്കാമെന്നും റിപ്പോർട്ടിൽ. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും VS അനു ചേരുന്നുണ്ട്. അനു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയ സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി നർക്കോട്ടിക് AC ഈ തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ മതാടിസ്ഥാനത്തിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് കെ ഗോപാലകൃഷ്ണനാണ് എന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാഹചര്യ തെളിവുകൾ ഉണ്ടെങ്കിൽ കൂടി അത് വളരെ വ്യക്തമായി തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് മെറ്റയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഈ കെ ഗോപാലകൃഷ്ണനാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് എന്ന് തെളിയിക്കാനുള്ള അവരുടെ റിപ്പോർട്ടോ മറ്റ് രേഖകളോ ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഏതെങ്കിലും തരത്തിലുള്ള മതവിദ്വേഷം ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ ഇയാൾ ആ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, ആ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരാൾ ഈ കണ്ടന്റിനെതിരായിട്ടുള്ള പരാതി നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് എടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരു കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നർക്കോട്ടിക്സിൽ DSP നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നർക്കോട്ടിക്സിൽ DSP നൽകിയിരിക്കുന്നത്. ഗൗതം, അതിന് മറ്റൊരു കാര്യം കൂടി, അപ്പോൾ ഇനി എന്തായിരിക്കും ഈ കേസിന്റെ തുടർന്ന് മുന്നോട്ടുള്ള പോക്ക്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കിപ്പോൾ വിലയിരുത്താനാകുമോ? ഗൗതം, നിലവിൽ കൊല്ലം DCC സെക്രട്ടറിയാണ് ഈ തരത്തിലുള്ള പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പ് തുടങ്ങിയത് അദ്ദേഹമല്ല എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുള്ള യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ ഗോപാലകൃഷ്ണനാണെന്ന് ഉറപ്പിച്ച് പറയാനുള്ള തെളിവുകളും പോലീസിന്റെ പക്കലില്ല. അതുകൊണ്ടാണ് ഇത് കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വലിയ ഗുരുതരമായ ഒരു ആരോപണം നേരിടുന്ന ഒരു കേസിലേക്ക് സംസ്ഥാന സർക്കാരും ഇത്രയും വലിയ ഒരു ഗുരുതര ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരു കേസെടുക്കുന്നതിലേക്ക് പോയിട്ടില്ല. അത് സർക്കാരിന്റെ സംരക്ഷണം അവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ കെ ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തുള്ള ഒരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ശരി. തിരുവനന്തപുരത്ത് നിന്നും VS അനു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.